അതിനുശേഷം ഒരു വർഷം ആ സെയിൽ ചെയ്ത കടയിൽ നമ്മളവിടെ സെയിൽസ്മാൻ ആയിട്ട് ജസ്റ്റ് ബില്ലിടാനായിട്ട് ഒരു വർഷം ഇരുന്നു. ഈ 12 വർഷം കഴിഞ്ഞിട്ട്? അതെ, ഒരു വർഷം. അപ്പൊ അതിനിടയ്ക്ക് മാരീഡ് ആണ് നമ്മള്. ഈ ഒരു കട സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് ഈ 2 വർഷം കട ക്ലോസ് കഴിഞ്ഞപ്പോ ഒരു വർഷം പിന്നെ വേറെ ആളുടെ കീഴിൽ ഞാൻ വീണ്ടും വർക്കിന് ഇരുന്നു സാലറി ആയിട്ട്. അപ്പോൾ ഒരു തുച്ഛമായ സാലറി തരുന്നു നമുക്ക്. അതിൽ നമ്മൾ വീടും കാര്യങ്ങളും നടന്നു പോകണം. അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി ഇതൊന്നും ആവില്ല, ഇതൊന്നും കാര്യം നടക്കില്ല എന്ന് തോന്നി. അങ്ങനെ ഇരിക്കെ ആ കടയിലിരിക്കുന്ന, അതായത് ഞാൻ പറഞ്ഞു ഒരു വർഷം വീണ്ടും വേല ചെയ്യാനായിട്ടിരുന്നു അവിടെ ആ കടയിൽ. അപ്പോൾ ആ കടയിലെ ഇന്നൊരു റൈറ്റർ ഉണ്ട് അവിടെ, ബിൽ ചെയ്യുന്ന ഒരാൾ. ആളുടെ ഐഡിയ പറഞ്ഞു ഇങ്ങനെ കട നമുക്ക് തുടങ്ങാം, ഞാനുണ്ടാവും എൻ്റെ കൂടെ, നീ കട തുടങ്ങിയാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. ഞാൻ കട തുടങ്ങാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഒരു കടയ്ക്ക് അഡ്വാൻസ് കൊടുത്തു ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ആ വീണ്ടും പൈസ മടക്കി തന്നു എനിക്ക്. അതായത് അവിടെ നിന്ന് കുറച്ച് ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു ആ മാർക്കറ്റിൽ നിന്ന്. അതായത് ഇങ്ങനൊരു വ്യക്തിക്ക് ഇവിടെ കട കൊടുത്തിട്ട് കച്ചവടം ചെയ്യേണ്ട എന്ന രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ അത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു, കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ കുറച്ച് ദിവസം, ഒരു മാസം കൂടിയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ഈ അടുത്തൊരു കട നോക്കി, കുറച്ച് നീങ്ങിയിട്ട് കട നോക്കി, അതിന് അഡ്വാൻസ് കൊടുത്തു. അപ്പം അതിൻ്റെ ഓണർ മലയാളിയാണ്, ആ കടയുടെ ഓണർ ബിൽഡിങ്ങിൻ്റെ ഓണർ മലയാളിയാണ്. അപ്പം ആൾക്ക് എന്നെ അറിയാം, ഞാൻ ആളെ അറിയും. അപ്പം ആൾക്ക് എനിക്ക് കട തരുന്നതിൽ യാതൊരു വിരോധവുമില്ല. ആളെനിക്ക് കട തന്നു, ശരിയെന്ന് പറഞ്ഞു. അപ്പം അതിനൊരു എമൗണ്ട് 4 lakhs ആണ് അന്ന് പറഞ്ഞ ആളത്. അഡ്വാൻസ് വേണം, വാടക കുറച്ച് പറഞ്ഞ ആൾ. സ്റ്റാർട്ട് ചെയ്യുക, ബിസിനസ് ചെയ്യുക, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബിസിനസ് ചെയ്തു. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ വെച്ചാൽ കടലിന് മുന്നിൽ ഈ BSNL ബോർഡ് ഇരിക്കുന്നുണ്ട്, ഒരു സ്റ്റെപ്പാണ്, ഒരു 10 സ്റ്റെപ്പ് ഉണ്ട് മേലേക്ക്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു കട അവിടെ ഇടുമ്പോൾ കടയിൽ കച്ചവടം നടക്കില്ല അവിടെ, അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന ചെറിയ ബിസിനസ് മതി, എനിക്ക് പിന്നെ ആർക്കും കൊടുക്കേണ്ട വിഷയമില്ലല്ലോ, എനിക്ക് മാത്രം മതിയില്ലേ, അപ്പോൾ അത് ചെറിയ ബിസിനസ് മതി എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് കട തുടങ്ങിയത്. ഞാൻ ഒരു 6 മാസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇപ്പോൾ കട നടത്തണം വേണ്ടെന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്കറിയാൻ പറ്റും. 6 മാസം ചെയ്ത് കുഴപ്പമൊന്നുമില്ല, ആൾക്കാർ നമ്മളെ അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പം ആ ഒരു 12-13 വർഷത്തെ നമ്മളും അവിടെ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമറുടെ നമ്മൾ തമ്മിലുള്ള ഒരു നല്ല ബന്ധം, അങ്ങനെയാണ് കസ്റ്റമർ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ വരും, അപ്പം മറ്റുള്ളവർ പറയും, അവർ വരും, എന്നെ പറഞ്ഞത് ഭയങ്കര പ്രോഗ്രസ് ആയിരുന്നു അത്. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു ബിസിനസ് നല്ലൊരു ലെവലാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അതെ, ഈ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കടയിൽ നമ്മൾ ഈ റൈറ്റർമാരെ വയ്ക്കും, നമ്മൾ ബില്ലിടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കട സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അപ്പോൾ ആൾക്ക് എങ്ങനെയാ വെച്ചാൽ നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട്. സാലറി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സാലറി ചിലപ്പോൾ മതിയാവില്ല. ഇപ്പോൾ ഒരു 5,000 രൂപ 6,000 രൂപ സാലറി കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ഫാമിലി മാൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മതിയാവില്ല. ഇപ്പോൾ കുട്ടികളുടെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്താണ് പഠിത്തം, ബുക്സ്, ഫീസ് എന്ന് പറയുമ്പോൾ ചിലവ് കൂടും. അപ്പോൾ ആൾ പറയും കുറച്ച് പൈസ വേണം, ശരി എടുത്തോളൂ എന്ന് പറയും. നമ്മൾ കൊടുക്കും ആൾക്ക്. പക്ഷെ ആൾക്ക് എന്തോന്നറിയില്ല, ആളുടെ ബുദ്ധിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ആൾ പറഞ്ഞു എനിക്ക് ഇതിൽ ഈ ബിസിനസ്സിൽ 20% പ്രോഫിറ്റ് വേണം. എന്തുകൊണ്ട്, എന്ത് വെച്ചിട്ടാണ് 20% പ്രോഫിറ്റ്? അപ്പം ഞാൻ ചോദിച്ച ആളുടെ അടുത്ത്, അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ലാസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നഷ്ടമായി, എനിക്ക് പൈസ നഷ്ടമായി, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതങ്ങനെ വരില്ല, നഷ്ടത്തിന് കട വരില്ല, ആള് പറയുന്നതാണ്. അപ്പൊ എനിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല. അത് ശരിയല്ലല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ 20% പ്രോഫിറ്റ് ആൾക്കും മാത്രം കൊടുക്കാൻ, നമ്മൾ മാത്രം ഒരു വർക്ക് ചെയ്യാൻ മാത്രം ആൾക്കാരായി തീരും നമ്മൾ. അപ്പൊ അതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ആലോചിച്ചതിന് ശേഷം എനിക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പോയത്. അപ്പൊ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അപ്പൊ ആള് പണിക്ക് വരുന്നില്ല പിന്നെ. അപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവും തോന്നില്ല, വേണോ വേണ്ടേ, കട നടത്തണോ, എന്തിനിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ വേണം. അപ്പോൾ അത് ക്യാൻസൽ ആക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒരു 15 days ഞാൻ
ഇതിനെപ്പറ്റി തല പോഞ്ഞിട്ട് പനിയൊക്കെ പിടിച്ചിട്ട് തല അങ്ങനെ ടെൻഷനായി. ടെൻഷൻ, ഈ ഞരമ്പുകളൊക്കെ പൊട്ടി പോകുന്ന വിധത്തില് ഒരു 15 ദിവസം ഞാൻ നടന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കും ഇതൊക്കെ നടക്കുന്ന കേസുകളല്ല, ഒഴിവാക്കി കളയാന്ന് വിചാരിച്ചു. എനിക്ക് തോന്നി വേണ്ട, ഇതൊരു ഞാൻ കുറച്ചാളെ അന്വേഷിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. പറഞ്ഞു ഇങ്ങനെ ഒഴിഞ്ഞു പോയിക്കോട്ടെ, നിനക്കെന്താ കട നടത്തിക്കൂടെ എന്ന രീതിയിൽ സംസാരിച്ചു. എന്നാൽ ശരി, നാളെ പോയിക്കോട്ടെ, ഞാൻ ചെയ്തോളാം. അപ്പൊ എനിക്കൊരു ആവശ്യം വെച്ചാൽ ബിസിനസ് ചെയ്യാനല്ല ആവശ്യം എനിക്ക്. കുറച്ച് ക്യാഷ് മേടിക്കണം, ക്യാഷ് കൊടുക്കണം, ആരും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കണം, അത്രയൊക്കെ ഉള്ളൂ എനിക്ക് വേണ്ട. ബിസിനസ് ചെയ്യാൻ ഞാൻ മാത്രം മതി. ആൾക്കാരായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ബില്ല് ചെയ്ത് അതൊക്കെ ചെയ്യും. അതായത് ആൾക്കാർ വരുന്നത് ആളെ കണ്ടിട്ടല്ല, എന്നെ കണ്ടിട്ട് വരുന്നതാ. അപ്പൊ എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് സഹായത്തിന് വേണം വെച്ചാൽ ബാങ്കിൽ പോകണം. ബാങ്കിൽ പോകുന്ന സമയത്ത് എനിക്ക് പൈസ അറേഞ്ച് ചെയ്യണം, കെട്ടി വയ്ക്കണം, അത് ചലനം എഴുതണം, അതിനൊരാൾ പോകണം. അപ്പോൾ ആ സമയത്തൊക്കെ ഒരാൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിസിനസ് ഞാൻ ചെയ്ത് ക്യാഷ് മേടിച്ചിട്ടും കുഴപ്പമൊന്നും എനിക്ക് വരില്ല. അങ്ങനെ ആളെ ഒഴിച്ചു വിട്ടു. ആളെ ഒഴിച്ചു വിടുമ്പോൾ ആള് റൗഡീസൊക്കെ ഏൽപ്പിച്ചു. റൗഡീസ് ഏൽപ്പിച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു, എന്താണ് ചോദിച്ചു. അപ്പം ഞാൻ വേറെ നമ്മളെ വേണ്ടപ്പെട്ട ഒരാളെ പറഞ്ഞു. നമ്മൾ റൗഡീസിന് പോയിരുന്നില്ല, എല്ലാവരും അങ്ങോട്ട് അറിയാവുന്ന രീതിയിലുള്ള ഒരു സെൻട്രലൊരു പേഴ്സണെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ആളോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ആൾ പറഞ്ഞു എൻ്റെ കടയിലത്തെ സ്റ്റോക്ക് എന്താണെന്ന് പറയാൻ പറഞ്ഞു. നിനക്ക് കടയെ പറ്റി എന്താണ് നിലവാരം നിനക്കറിയാൻ ചോദിച്ചു. അപ്പം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, മേടിക്കണോ കൊടുക്കണമെന്നല്ലാതെ കട എന്താണ് കടയുടെ നിലപാടെന്നുള്ളത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഏത് സ്റ്റേജിലാണ് നിൽക്കണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് നീ എനിക്ക് കടയിലത്തെ സ്റ്റോക്ക് ചെയ്തു തരാൻ പറഞ്ഞു. അങ്ങനെ പിള്ളേരെ ഏൽപ്പിച്ച് കടയിലത്തെ സ്റ്റോക്ക് ഏൽപ്പിച്ച് ഒരു രാത്രി കൊടുത്താണ്. ആളൊരാഴ്ച സമയം എടുത്തു. ഈ ഒരാഴ്ച സമയവും ഇവരിങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, എന്തായി നിന്റെ തീരുമാനം, എന്തായി നിന്റെ തീരുമാനം എന്നോട് വന്ന് ചോദിക്കും. അതെ പറഞ്ഞു, ഞാൻ പറയാം, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്താണ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒഴിഞ്ഞു മാറിയത്. കടയിലത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്, എന്തൊക്കെയാണെന്നുള്ള പറ്റിയതെല്ലാം ഡീറ്റെയിൽസ് ഒരു കമ്പ്യൂട്ടർ പോലെ ചെയ്ത് ഞാൻ കൊടുത്ത ആളെ എനിക്ക് തിരിച്ചു വന്നു. എന്താണെന്നുള്ള നിലപാട് കാണിച്ചു. അപ്പോൾ ആളെനിക്ക് ആദ്യം കാലത്ത് 6 മണിക്ക് നീ വീട്ടിൽ വാ എന്നിട്ട് പറയുന്ന എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ ആളെ എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പൊ ഇവിടെ ഡബിൾ റോഡ് എന്ന് പറഞ്ഞ സ്ഥലം, മധ്യസ്ഥൻ ഭീഷണിപ്പെടുന്ന അങ്ങനെയല്ല, എന്നെ ഒന്ന് ഭയപ്പെടുത്തുക. ഇത്രയും നാൾ നീ ഇവിടെ കച്ചവടം ചെയ്തിട്ട് നിനക്ക് നിന്റെ കടയെ പറ്റി അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ കച്ചവടം ചെയ്യുന്നത് അല്ലേ? ശരി, ഞാൻ 6 മണിക്ക് വരാനുണ്ട്. കാലത്ത് 6 മണിക്ക് ആള് വീട്ടിൽ പോയി. 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ആളെ എൻ്റെ പേപ്പറൊക്കെ എടുത്ത് പുറത്തേക്ക് തന്നു. എന്നിട്ട് കണക്ക് കാണിച്ചു തന്നെ എനിക്ക്. അപ്പൊ അതിൽ -പോയിന്റ് ഇല്ല, എല്ലാം പ്ലസ്സിലെ കിടക്കുന്നത്. അപ്പൊ പിന്നെ സമാധാനായി. നമ്മൾ ഉദ്ദേശിച്ചതിന്റെ എത്രയോ മേലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള സംഭവം വളരെയധികം പ്ലസ്സിലാണ്. അത് പിന്നെ സമാധാനായി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ആള് നമ്മുടെ ഈ ഒഴിഞ്ഞു പോണ ആളെന്നെ പറ്റിയിട്ട് അവസാനിക്കണ്ടേ, അപ്പൊ ആളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞു. അപ്പൊ നമ്മുടെ കടയിലത്തെ സ്ഥിതിവിശേഷം ഒന്നും പറഞ്ഞില്ല ആള്. ഇങ്ങനെ കട എങ്ങനെയാണ്, അങ്ങനെ ലാഭത്തിലാണ്, അതൊന്നും പറഞ്ഞിട്ടില്ല. ആള് പറഞ്ഞു. അപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞ് ആൾക്കൊരു സെറ്റിൽമെന്റ് ചെയ്തു കൊടുത്തു. ഒരു നല്ലൊരു എമൗണ്ട് കൊടുത്തു. ആൾ ഒഴിച്ചു വിട്ടു. അപ്പൊ ഈ സമയം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നത്. 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഒരു 6 മാസത്തോളം നമ്മള് ഒറ്റയ്ക്കായിരുന്നു. സ്റ്റാഫിന്റെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട്.